നിങ്ങൾ ആവശ്യത്തിന് പ്രോട്ടീൻ കഴിക്കുന്നുണ്ടോ? മിക്കവരുടെയും ഉത്തരം അറിഞ്ഞുകൂടാ എന്നുള്ളതാണ്. ശരിക്കും ഒരാൾ ഒരു ദിവസം എത്ര ഗ്രാം പ്രോട്ടീൻ കഴിക്കണം? അത് ഏതെല്ലാം ഭക്ഷണ സാധനങ്ങളിൽ കൂടിയാണ് നമ്മുടെ ശരീരത്തിന് ലഭ്യമാകേണ്ടത്? അല്ലെങ്കിൽ നമുക്ക് പ്രോട്ടീൻ സപ്ലിമെൻ്റ് ആവശ്യമാണോ? തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി പലർക്കും ശരിയായ ധാരണ ഇന്നില്ല. അതുകൊണ്ടാണ് ആ വിഷയം നമ്മൾ ഇന്നിവിടെ ചർച്ചയ്ക്കായിട്ട് എടുക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിന് വളരെ അത്യാവശ്യമായ ഒരു പോഷകമാണ്. 3 മേജർ ആയിട്ടുള്ള മാക്രോ ന്യൂട്രിയൻസ് ഉണ്ട്. അതായത് കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ. അതിൽ പ്രോട്ടീനാണ് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു പോഷകം. പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിന് വളരെ അത്യാവശ്യമാണ്. അതായത് നമ്മുടെ പേശികളുടെ നിർമ്മാണത്തിന് ഇത് അത്യാവശ്യമാണ്. ഒരു കെട്ടിടം നിങ്ങൾ പണിയുമ്പോൾ നമ്മൾ ഇഷ്ടിക കൊണ്ടാണ് നിർമ്മിക്കാറുള്ളത് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ശരീരത്തെ പേശികളെയൊക്കെ ബിൽഡ് ചെയ്യുന്നതിന് ഉള്ള ഇഷ്ടികയ്ക്ക് സമാനമായ ഒരു പ്രവർത്തനമാണ് പ്രോട്ടീൻ കാഴ്ചവെക്കുന്നത്. അതുകൂടാതെ അത് ഹോർമോണുകളുടെ ഉൽപ്പാദനത്തിന് ആവശ്യമാണ്, ഇമ്മ്യൂണിറ്റിക്ക് ആവശ്യമാണ്, എല്ലിൻ്റെയും മറ്റ് പല കാര്യങ്ങളുടെയും കോശങ്ങളുടെ നിർമ്മാണത്തിന് അത് അത്യാവശ്യമാണ്. അങ്ങനെ വിവിധ തരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളാണ് ഈ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ കാഴ്ചവെക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പേശികളുടെ വളർച്ച, പേശികളുടെ റിപ്പയർ, കോശങ്ങളുടെ റിപ്പയർ തുടങ്ങിയവയാണ്. അപ്പോൾ ഈ പ്രോട്ടീൻ നമുക്ക് ശരീരത്തിന് അത്യാവശ്യമാണ്. അത് എത്ര അളവിൽ നമ്മുടെ ശരീരത്തിന് വേണം എന്നതിനെ പറ്റി ഒരു ശരിയായ ധാരണ നമുക്കുണ്ടാകണം. അപ്പോൾ ഒരു ദിവസം നമ്മൾ എത്ര ഗ്രാം പ്രോട്ടീൻ കഴിക്കണം? നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള റിക്വയർമെന്റ് എത്രയാണ്? പോഷകവിദഗ്ധർ പറയുന്നത് ഒരാൾക്ക് 1.5 ഗ്രാം പെർ കിലോഗ്രാം ഓഫ് ബോഡി വെയ്റ്റ്, അതായത് 70 കിലോഗ്രാം ഭാരമുള്ള ഒരാൾക്ക് 105 ഗ്രാം പ്രോട്ടീൻ അത്യാവശ്യമാണ്. അടുത്ത നാളത്ത് നടത്തിയ പല ഗവേഷണങ്ങളും കാണിക്കുന്നത് ഈ 1.5 ഗ്രാം പ്രോട്ടീൻ പോരാ എന്നുള്ളതാണ്. ഓരോരുത്തർക്കും ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ്റെ അളവിനെ കാണിക്കുന്നത് പല ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് ഒരാളുടെ ജെൻഡർ, അതായത് സ്ത്രീയാണോ പുരുഷനാണോ. സാധാരണ പുരുഷന്മാർക്കാണ് സ്ത്രീകളെക്കാൾ കൂടുതൽ പ്രോട്ടീൻ ആവശ്യമായിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രായം വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രായമുള്ളവർക്ക് പ്രോട്ടീൻ അല്പം കൂടുതലായിട്ട് വേണം. അതുപോലെ തന്നെ വളരുന്ന പ്രായത്തിൽ പ്രോട്ടീൻ കൂടുതലായിട്ട് വേണം. പിന്നെ മറ്റു പല ഫാക്ടേഴ്സും ഉണ്ട്. അതായത് അമിതവണ്ണമുള്ള ഒരാൾ ഭക്ഷണ നിയന്ത്രണം പാലിക്കുന്നുണ്ടെങ്കിൽ അവർ പലപ്പോഴും പല സമയത്തുമുള്ള ഫുഡ് സ്കിപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പ്രോട്ടീനിന് കുറവ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ പ്രോട്ടീനിൻ്റെ അളവ് കൂടുതലായിട്ട് കഴിക്കണം. അതുപോലെ തന്നെ അമിതവണ്ണം കുറയ്ക്കുവാൻ വേണ്ടി ചില മരുന്നുകൾ സേവിക്കുന്നവർക്കും കൂടുതൽ പ്രോട്ടീൻ ആവശ്യമുണ്ട്. നമ്മൾ സെഡൻറ്ററി ലൈഫ് നയിക്കുന്നവർ നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. അതായത് പ്രത്യേകിച്ച് അധ്വാനം വരുന്ന ഒരു ജോലിയും ചെയ്യാതെ, ഓഫീസ് വർക്ക്, ക്ലറിക്കൽ വർക്ക് മാത്രം ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് വ്യായാമം ഒന്നും ചെയ്യാതെ സെഡൻറ്ററി ആയിട്ട് ജീവിക്കുന്നവർക്ക് ഈ പ്രോട്ടീൻ്റെ അളവ് കുറവ് മതി. അതേ സമയത്ത് നമ്മൾ എല്ലാ ദിവസവും വ്യായാമം ചെയ്യുന്ന ഒരാളാണെങ്കിൽ പ്രോട്ടീൻ്റെ അളവ് കൂടുതലായിട്ട് വേണം. പ്രത്യേകിച്ച് നമ്മൾ മസിൽ സ്ട്രെങ്തനിങ് വ്യായാമം, അതായത് ഡംബൽ ഉപയോഗിച്ചുള്ള വ്യായാമം, അതുപോലെ തന്നെ കൂടുതൽ പുഷപ്പ് ചെയ്യുന്നവർ, മസിൽ ഡെവലപ്പിംഗ് എക്സർസൈസ് ചെയ്യുന്നവർ, അങ്ങനെയുള്ളവർക്കൊക്കെ പ്രോട്ടീൻ്റെ അളവ് കൂടുതലായിട്ട് വേണം. കാരണം അവർ വ്യായാമം ചെയ്യുമ്പോൾ അവരുടെ പേശികളിൽ ചില പരുക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ പരുക്കുകൾ റിപ്പയർ ചെയ്യണമെങ്കിൽ പ്രോട്ടീൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും പ്രോട്ടീൻ്റെ അളവ് കൂടുതലായിട്ട് വേണം. അപ്പോൾ ഈ പ്രോട്ടീൻ ഏതെല്ലാം ഭക്ഷണ പദാർത്ഥത്തിൽ കൂടിയാണ് നമുക്ക് ലഭിക്കേണ്ടത് എന്നതിനെപ്പറ്റി നമ്മൾ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ അത് വളരെയധികം പ്രയോജനം ചെയ്യും. ഈ പ്രോട്ടീൻ അമിനോ ആസിഡുകൾ കൊണ്ടാണ് നിർമ്മിതമായിട്ടുള്ളത്. 20 അമിനോ ആസിഡുകളുണ്ട്. അതിൽ 9 എണ്ണം നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടി തന്നെ ആ അമിനോ ആസിഡ് നമ്മുടെ ശരീരത്തിൽ എത്തണം. അങ്ങനെയുള്ള അമിനോ ആസിഡിനെ എസൻഷ്യൽ അമിനോ ആസിഡ് എന്നാണ് ശാസ്ത്രജ്ഞന്മാർ വിളിക്കുന്നത്. അപ്പോൾ ഈ എല്ലാ അമിനോ ആസിഡുകളും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിൽ ഈ പ്രോട്ടീൻ്റെ ഉൽപ്പാദനം ശരിക്കും നടക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഈ 20 അമിനോ ആസിഡുകളും പലപ്പോഴും ഉണ്ടാകണമെന്നില്ല. ആനിമൽ പ്രോട്ടീൻസ് ഉണ്ട്, അതുപോലെ തന്നെ പ്ലാന്റ് പ്രോട്ടീൻസും ഉണ്ട്. ഈ ആനിമൽ പ്രോട്ടീൻസ് കംപ്ലീറ്റ് പ്രോട്ടീനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അമിനോ ആസിഡുകളും അതിൽ അടങ്ങിയിട്ടുണ്ട്.
അതേ സമയത്ത് സസ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പ്രോട്ടീൻ്റെ കാര്യം എടുക്കുമ്പോൾ അതിൽ ചില അമിനോ ആസിഡുകൾ ചിലപ്പോൾ കാണുന്നില്ല. അപ്പോൾ പലതരത്തിലുള്ള പ്ലാന്റ് പ്രൊഡക്ട്സ് നമ്മൾ ഒരുമിച്ച് കഴിക്കുക, അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ പല പ്രാവശ്യമായിട്ട് കഴിക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ അമിനോ ആസിഡുകളും നമ്മുടെ ശരീരത്തിൽ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ആനിമൽ സോഴ്സും ഉണ്ട്, പ്ലാന്റ് സോഴ്സും ഉണ്ട്. ആനിമൽ സോഴ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എഗ്ഗാണ്. നമുക്ക് വളരെ സാധാരണയായിട്ട് നമ്മുടെ എല്ലാ വീടുകളിലും ലഭ്യമാകുന്ന ഒന്നാണ് മുട്ടകൾ. അത് കോഴിമുട്ടയുണ്ട്, താറാമുട്ടയുണ്ട്, ഇങ്ങനെ പലതരത്തിലുള്ള മുട്ടകളുണ്ട്. എഗ്ഗ് വൈറ്റിനകത്ത് പ്രോട്ടീൻ ധാരാളമായിട്ടുണ്ട്. അതുകൂടാതെ അതിൻ്റെ മഞ്ഞക്കരുവിൽ മറ്റു പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് കോളിൻ എന്ന വളരെ വിശിഷ്ടമായ ഒരു ന്യൂറോ ടോണിക് പോലെയുള്ള പോഷകം അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ വൈറ്റമിൻ ഡി ഉണ്ട്, വൈറ്റമിൻ B12 ഉണ്ട്. അങ്ങനെ പലതും മുട്ടയിൽ അടങ്ങിയിട്ടുണ്ട്. പോഷകങ്ങളുടെ ഒരു കലവറയാണ് മുട്ട. ഇന്നും മിക്കവരും മുട്ട ധാരാളമായിട്ട് കഴിക്കുന്നുണ്ട്. ഒരു ദിവസം തന്നെ 3-4 മുട്ടയുടെ വെള്ള കഴിക്കുന്ന ആൾക്കാരെ എനിക്ക് നേരിട്ടറിയാം. അപ്പോൾ ഒരു ദിവസം നമുക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു മുട്ടയെങ്കിലും എല്ലാവരും കഴിക്കണം, എന്നെങ്കിലേ പ്രോട്ടീൻ്റെ ലഭ്യത നമുക്ക് ഉറപ്പാക്കാൻ കഴിയൂ എന്നാണ് പോഷക വിദഗ്ധർ പറയുന്നത്. അപ്പോൾ ദിവസം ഒരു മുട്ടയെങ്കിലും കഴിക്കാം. ഒരു മുട്ടയുടെ മഞ്ഞ ഉൾപ്പെടെ കഴിക്കാം. 2-3 മുട്ടയുടെ വെള്ള കഴിക്കുന്നതിലും യാതൊരു തെറ്റുമില്ല. ഈ മുട്ടയിലുള്ള പ്രോട്ടീൻ കംപ്ലീറ്റ് പ്രോട്ടീനാണ്. മുട്ട കൂടാതെ മറ്റ് ആനിമൽ പ്രോട്ടീൻസ് അടങ്ങിയ ഭക്ഷണ സാധനങ്ങളും ധാരാളമുണ്ട്. അവയിലൊന്നാണ് നമ്മൾ മീറ്റ്. പലതരത്തിലുള്ള ഇറച്ചികൾ ഇന്ന് ലഭ്യമാണ്. ബീഫുണ്ട്, മട്ടനുണ്ട്, പോർക്കുണ്ട്, ലാമ്പുണ്ട്. അതിനകത്തൊക്കെ ധാരാളമായിട്ട് പ്രോട്ടീൻ ഉണ്ട്. അതുകൂടാതെ അതിനകത്ത് അയണുണ്ട്, വൈറ്റമിൻ B12 ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല പോഷകങ്ങളും അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ മീറ്റിനെ സംബന്ധിച്ച് ഒരു നെഗറ്റീവ് പോയിന്റ് അതിനകത്ത് സാച്ചുറേറ്റഡ് ഫാറ്റ് കൂടുതലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഉപയോഗം അല്പം കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് നമ്മൾ ചീത്ത കൊഴുപ്പായ സാച്ചുറേറ്റഡ് ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ അധികം ചെല്ലുകയില്ല. പിന്നെ പോൾട്രി ആയിട്ടുള്ള ജന്തുജന്യ ആനിമൽ പ്രോട്ടീൻസ് ഉണ്ട്. അതായത് കോഴിയിറച്ചി, താറാവിൻ്റെ ഇറച്ചി, ടർക്കി തുടങ്ങിയവയൊക്കെ വളരെ നല്ലതാണ്. പിന്നെ ഡയറി പ്രൊഡക്ട്സ് ഉണ്ട്. അതായത് മിൽക്ക്, വെണ്ണയുണ്ട്, യോഗർട്ട് ഉണ്ട്. അങ്ങനെയുള്ള പല ഡയറി പ്രൊഡക്ട്സും നമുക്ക് കഴിക്കാം. ഫിഷുണ്ട്. ഫിഷ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിനകത്ത് ചെറു മത്സ്യങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കടൽ മത്സ്യങ്ങളുണ്ട്. അതായത് മത്തി, ട്യൂണ തുടങ്ങിയ മത്സ്യങ്ങൾ ഏറ്റവും നല്ല പ്രോട്ടീൻ്റെ ഒരു സോഴ്സാണ്. പ്രോട്ടീൻ മാത്രമല്ല, അതിനകത്ത് ഒമേഗ 3 ഫാറ്റി ആസിഡ് എന്ന നല്ല കൊഴുപ്പും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. മറ്റു പോഷകങ്ങളുമുണ്ട്. പിന്നെ സസ്യങ്ങളുടെ കാര്യത്തിലേക്ക് എടുക്കുകയാണെങ്കിൽ സോയാ പ്രൊഡക്ട്സ് ആണ്. സോയാ ബീനുണ്ട്. അതുപോലെ തന്നെ സോയാ ബോൾ ലഭ്യമാണ്. സോയാ മിൽക്കുണ്ട്. അപ്പോൾ പ്ലാന്റ് പ്രോട്ടീനിൽ വെച്ച് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയത് സോയാ ബീനിലാണ്. എല്ലാ അമിനോ ആസിഡുകളും അതിനകത്ത് അടങ്ങിയിട്ടുണ്ട് എന്നാണ് പോഷക വിദഗ്ധർ പറയുന്നത്. അതായത് അതൊരു കംപ്ലീറ്റ് പ്രോട്ടീനാണ്. അതുകൊണ്ട് തന്നെ ഈ സോയാബീനെ വെജിറ്റബിൾ മീറ്റ് എന്നാണ് ചിലർ അതിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ പ്രോട്ടീൻ നല്ല അളവിലുണ്ട്. മറ്റു പയറുവർഗ്ഗങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീനേക്കാൾ കൂടുതൽ സോയാബീനിലുണ്ട്, അല്ല സോയാ പ്രൊഡക്ട്സിലുണ്ട്. പിന്നെ മറ്റു പോഷകങ്ങളും അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ ഡി ഉണ്ട്, വൈറ്റമിൻ B12 ഉണ്ട്, നാരുകൾ ധാരാളമുണ്ട്. അതുപോലെ തന്നെ ചീത്ത കൊഴുപ്പായ സാച്ചുറേറ്റഡ് ഫാറ്റ് ഇതിനകത്ത് തുലവും കുറവാണ്. മറ്റ് പ്ലാന്റ് പ്രോട്ടീനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. പയറുവർഗ്ഗങ്ങൾ ഏറ്റവും നല്ല ഒരു പ്രോട്ടീൻ്റെ സോഴ്സാണ്. അത് ബീൻസ് ഉണ്ട്, അച്ചിങ്ങാപ്പയറുണ്ട്, ചെറുപയറുണ്ട്, വൻപയറുണ്ട്. അങ്ങനെയുള്ള എല്ലാ പയറുവർഗ്ഗങ്ങളിലും ധാരാളമായിട്ട് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് നമ്മൾ ഉഴുന്ന്, അതുപോലെ തന്നെ കടല തുടങ്ങിയ മറ്റു പല വ്യഞ്ജനങ്ങളിലും ഈ പ്രോട്ടീൻ ധാരാളമായിട്ടുണ്ട്. ഹോൾ ഗ്രെയിൻസിനകത്ത് പ്രോട്ടീൻ ഉണ്ട്. അതായത് തവിടോട് കൂടിയ ധാന്യങ്ങൾ, അല്ലെ മുഴുധാന്യങ്ങൾ, ഇതിനകത്തൊക്കെ പ്രോട്ടീൻ ധാരാളമായിട്ടുണ്ട്. അപ്പോൾ പ്ലാന്റ് പ്രൊഡക്ട്സ് നമ്മൾ കഴിക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എല്ലാ അമിനോ ആസിഡുകളും അതിനകത്ത് കാണാൻ സാധ്യതയില്ല. അതുകൊണ്ട് നമ്മൾ പലതരത്തിലുള്ള പ്ലാന്റ് പ്രൊഡക്ട്സ് നമ്മളൊരു കോമ്പിനേഷൻ പോലെ കഴിക്കേണ്ടിയിരിക്കുന്നു. അതായത് കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചോറ് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ബീൻസ് തോരനോ മെഴുക്കുവരട്ടിയോ വല്ലതും കഴിക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ അപ്പത്തിന് കൂടെ നമുക്ക് കടല മിക്സ് ചെയ്യുക. അങ്ങനെയുള്ള കോമ്പിനേഷൻ എപ്പോഴും നമ്മൾ സെലക്ട് ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എല്ലാ ദിവസവും പ്രോട്ടീൻ കഴിക്കണം എന്നുള്ളതാണ്. പലരും പ്രോട്ടീൻ ചില ദിവസങ്ങളിൽ മാത്രമേ കഴിക്കാറുള്ളൂ. മുട്ട കഴിക്കുന്ന പല ദിവസങ്ങളിലേ കഴിക്കാറുള്ളൂ. എല്ലാ ദിവസവും കൃത്യമായിട്ട് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ കഴിക്കാൻ പലരും താല്പര്യം കാട്ടുന്നില്ല. പലർക്കും അത് അറിഞ്ഞുകൂടാ. വളരെ വ്യക്തമായിട്ട് പറയട്ടെ, എല്ലാ ദിവസത്തെയും ഭക്ഷണത്തിൽ നമുക്ക് പ്രോട്ടീൻ കഴിക്കണം. എല്ലാ നേരവും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലും പ്രോട്ടീൻ വേണം. ചിലർ പ്രോട്ടീൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനകത്ത് ഉൾപ്പെടുത്തും, പക്ഷെ ഉച്ചയ്ക്ക് കാണത്തില്ല. വൈകിട്ടത്തെ ഭക്ഷണത്തിലൊന്നും പ്രോട്ടീൻ കാണത്തില്ല. അത് ശരിയല്ല. നമ്മൾ എപ്പം ഭക്ഷണം കഴിച്ചാലും
നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രോട്ടീൻ ധാരാളമായിട്ട് ഉണ്ടാകണം എന്നാണ് പോഷക വിദഗ്ധർ പറയുന്നത്. പ്രോട്ടീൻ നമുക്ക് ഏതാണ്ട് 20% വേണം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ 50% കാർബോഹൈഡ്രേറ്റ്, 30% ഫാറ്റ്, 20% പ്രോട്ടീൻ എന്നാണ് പോഷക വിദഗ്ധർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് 20%-ത്തിൽ കൂടുതൽ 25-30% പ്രോട്ടീൻ്റെ അളവ് ഉയർന്നാലും അത് വളരെ നല്ലതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ പ്രോട്ടീൻ്റെ അളവ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോ നേരവും കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രോട്ടീൻ ഉണ്ടായിരിക്കണം എന്നത് വളരെ നിർബന്ധമായ ഒരു കാര്യമാണ്. എങ്കിലേ നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ്റെ അളവ് നമുക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ വളരെ വിലപ്പെട്ട ഈ അറിവ് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.